ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഇതേ കൂട്ട് നല്ല ചീസി ആയിട്ടുള്ള ഒരു ബ്രെഡ് പീസ് റെഡിയാക്കിയാലോ. ഇതിനായിട്ട് ആദ്യം ചിക്കനിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ബ്രെഡ് ഞാൻ 5 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതേ കൂട്ട് തന്നെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിൽ 3 കോഴിമുട്ട, പിന്നെ ഒരു കപ്പോളം പാലെടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസുകൾ ഇതിലോട്ട് ഇട്ടിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിങ്ങനെ നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ചിക്കൻ ഫ്രൈ ആകുമ്പോഴേക്കും നമുക്ക് ഈ സവോളയും ക്യാപ്സിക്കൊക്കെ ഒന്ന് ഇതേ കൂട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി കിട്ടി. ഇനി നമുക്ക് ആ പാനിൽ തന്നെ, ആ ഓയിലിൽ തന്നെയാണ് നേരത്തെ ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേ കൂട്ട് ഇങ്ങനെ ഒന്ന് പരത്തി സെറ്റാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 4-5 മിനിറ്റോളം ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് പകുതി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ വേറൊരു പ്ലേറ്റ് അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിന് മുകളിലോട്ടായിട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് യൂസ് ആക്കാം. അപ്പോൾ എൻ്റെ ഇല്ല. അപ്പോൾ ടൊമാറ്റോ സോസ് നന്നായി ഇതേ കൂട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, സവാളൊക്കെ ഇതേ കൂട്ടൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും കൂടെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് മൊസറല്ല ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഒറിഗാനോയും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 4-5 മിനിറ്റോളം മൂടി വെച്ചിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ബ്രെഡ് പീസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പിസ്സ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലോട്ട് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂട് മാറണ്ട, പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറഞ്ഞിട്ട് ഒരാൾ ഇവിടെ എൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണിത് കേട്ടോ. നമുക്കിനി ഇതൊന്ന് ചൂടൊന്ന് കുറച്ച് മാറിയ ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പീസ് കട്ട് ചെയ്യുമ്പോഴേക്കും അതപ്പോൾ തന്നെ ലെച്ചൂസ് കൊണ്ടുപോയി കേട്ടോ. ഒത്തിരി നേരം ഇതും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം. പിന്നീട് അത് ചൂടാന്നും പറഞ്ഞിട്ടുള്ള കരച്ചിലായിരുന്നു. എന്നാലും ഭയങ്കര ഇഷ്ടമായി ആൾക്ക്. അങ്ങനെ നമ്മുടെ നല്ല ചീസി ആയിട്ടുള്ള ബ്രെഡ് പിസ്സ ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.